ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഘവൻ നായർ സത്യഭാമയെ പുറത്ത് നിർത്തി ചോദിക്കുകയാണ്, വിഷ്ണു നിൻ്റെ മാത്രം മകൻ അല്ല, എൻ്റെയും മകൻ ആണ്. നീ എൻ്റെ മോനെ ജീവിക്കാൻ സമ്മതിക്കില്ല. മോൻ്റെ ജീവിതം നീ നശിപ്പിച്ചു. ശാലിനി മോളെ നീ എത്രത്തോളം വിഷമിക്കാൻ പറ്റുമോ അത്രയധികം വിഷമിപ്പിച്ചല്ലേ. ഈ വീട്ടിൽ നിൻ്റെ ഇഷ്ടം മാത്രം നടക്കണം. നീ അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് രാഘവൻ നായർ. അവിടേക്ക് കാറിൽ വന്നിറങ്ങുന്ന വിഷ്ണുവും കാർത്തിയും വിവാഹവേഷത്തിൽ വന്നിറങ്ങാണ്. അത് കണ്ട് രാഘവൻ സാറും സത്യാമ്മയും വിഷ്ണുവിനെ കണ്ട് സന്തോഷിക്കുകയാണ്. കൂടെ വന്ന കാർത്തികയെ കണ്ട് ഞെട്ടി. കുറച്ച് സമയം കഴിഞ്ഞ് സത്യാമ്മ അകത്തേക്ക് കയറി ചെന്നു. രാഘവൻ സാറ് ആണെങ്കിൽ ഇത് ആകെ വിഷമം വന്ന് നിൽക്കുകയാണ്. ശാലിനി മോളെ കാര്യം പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ്. വിഷ്ണു കാർത്തികയെയും കൂട്ടി തിരിച്ചു പോവാൻ തുടങ്ങുന്നുണ്ട്. തിരിഞ്ഞു നടന്ന് അവർ പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ വന്ന് വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന വിഷ്ണു കാണുന്ന നിലവിളക്ക് പിടിച്ചു നിൽക്കുന്ന സത്യഭാമയെ ആണ്. അപ്പോൾ വിഷ്ണു പറയാണ്, എനിക്ക് മധുമിതയെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിക്കാഞ്ഞതെന്ന്. കാർത്തികയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം ചെയ്തു. പിന്നെ വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള നാടകമാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എല്ലാം അവർ തമ്മിൽ പറഞ്ഞ് സംസാരിച്ചിട്ടാണല്ലോ ഈ നാടകത്തിന് നിന്നിട്ടുള്ളത്. അവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ ഈ വിവാഹവേഷത്തിൽ വന്നിരിക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.